നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്നും സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ഒട്ടിനിൽക്കുന്നതാണ് സഹകരണ മേഖല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുത്ത താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫിന് മീനടത്തൂർ മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന DYFIയുടെ വി റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി മിൻഹാജ് ബസിന്റെ യാത്ര രാവിലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ DYFI ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. LSS USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച തുകയുടെ ചെക്ക് സ്കൂൾ ലീഡർ ദേവഗംഗ പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. നാട്ടുകാരുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തച്ചേരിപ്പറമ്പ് ഗാന്ധിനഗർ സ്നേഹപുരം റോഡിന്റെ ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ഞായറാഴ്ച താനൂർ ബീച്ച് റോഡിലെങ്ങും നിശബ്ദത തളം കെട്ടിയിരുന്നു. തീരദേശ മേഖലയായ താനൂരിന്റെയും ജില്ലയുടെയും വികസനത്തിനായുള്ള തീരുമാനങ്ങൾ പിറവിക്കൊണ്ട കുട്ടിയാലിക്കടവത്ത് വീട് വരെ ആ മൗനം നീണ്ടു. ഒരു കാലത്ത് കേരള സർക്കാരിന്റെ വാഹനങ്ങൾ തിരക്ക് കൂട്ടിയെത്തിയ വീട്ടുമുറ്റത്തേക്ക് വീണ്ടും സർക്കാർ വാഹനങ്ങൾ ഓടിയെത്തി. പരാതികളായി കടന്നുവരാറുള്ള നൂറുകണക്കിന് സാധാരണക്കാർ തങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാനെത്തി. കാട് മൂടിക്കിടക്കുന്ന റോഡ് വൃത്തിയാക്കി വയലത്തൂരിലെ വ്യാപാരികൾ. വയലത്തൂർ മാർക്കറ്റിന് പിറകുവശം സ്ഥിതി ചെയ്യുന്ന ദിനംപ്രതി നിരവധി കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന റോഡ് മാസങ്ങളായി കാട് മൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു വയലത്തൂർ ടൗണിലെ വ്യാപാരികൾ റോഡിന്റെ ഇരുവശവും ഉള്ള കാട് വെട്ടി ശുചീകരണം നടത്തിയത്. കൂട്ടായി വാടിക്കലങ്ങാടിയിൽ വെച്ച് യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി സ്വദേശികളായ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചാട്രിയിൽ 5 വയസ്സുകാരി ക്ഷേത്രക്കുളത്തിൽ വീണ് മരിച്ചു. പച്ചാട്രി ഇടിയാട്ട് ക്ഷേത്രത്തിന് സമീപത്തെ ഇടിയാട്ടുപറമ്പിൽ പ്രഭിലാഷ് മകൾ ശിവാനിയാണ് ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചത്. കഞ്ചാവ് കേസിൽ വാഴക്കാട് പോലീസ് പിടികൂടിയ പ്രതി പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. തിരൂർ കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ വയലത്തൂർ ടൗണിൽ വെച്ച് ശനിയാഴ്ച വൈകുന്നേരം 4-നാണ് സംഭവം. തൃക്കണ്ടിയൂർ ബീറ്റ്സ് ഓഫ് തിരൂർ എന്ന സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ പേരിൽ അനുശോചന ചടങ്ങ് സംഘടിപ്പിച്ചു. അനുബന്ധമായി മൺമറഞ്ഞ സംഗീതജ്ഞരെ അനുസ്മരിച്ചു. ഉത്തരവാദിത്ത മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന SYS പ്ലാറ്റിനം ജൂബിലി കേരള യുവജന സമ്മേളനത്തിന്റെ അനുബന്ധമായി ആരോഗ്യമാണ് ലഹരി എന്ന ശീർഷകത്തിൽ പട്ടർനടക്കാവ് സർക്കിൾ സംഘടിപ്പിച്ച വാക്കത്തോൺ ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.